ഇന്ന് ലോകത്ത് വളരെയധികം കോയിനുകളും നാണയങ്ങളും പല പല മെറ്റൽസിലും, അതായത് അലുമിനിയം, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, പല പല ലോഹങ്ങളിലും ഇന്ന് കോയിൻ നിലവിലുണ്ട്. അതായത് മുമ്പ് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതും നിലവിലുള്ളതും നിലവിലില്ലാത്തതും ഒക്കെ ആയിട്ട് ഇത് കളക്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക നമുക്കൊരു ഹോബി ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കൂ. കാരണം ഈ കോയിനെല്ലാം ഉണ്ടാക്കുന്നത് ഓരോ പല പല മെറ്റൽസ് ആയ കാരണം പല പല കളക്ടേഴ്സ് പല പല ഡിഫറൻസിലായിരിക്കും. ചില കളക്ടേഴ്സ് കളക്ട് ചെയ്യുക ഗോൾഡ് കോയിൻസ്, അവർ ഗോൾഡ് കോയിൻ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. മറ്റു കളക്ടേഴ്സ് ചെയ്യും ചിലപ്പോൾ സിൽവർ കോയിൻസ് അല്ലെങ്കിൽ ബ്രോൺസ്. അങ്ങനെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലെയും കറൻസികളെ പോലെ തന്നെ കോയിനുകളും കളക്ട് ചെയ്യുക, അവർക്കും മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ കറൻസികൾ മാത്രമല്ല, അതത് രാജ്യങ്ങളിലെ കോയിനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ രാജ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇപ്പോൾ ലിബർട്ടി എന്നുള്ള എല്ലാ നാമത്തിലായിരിക്കും അവരുടെ കോയിനുകളെയും അവരുടെ ഓരോ പ്രസിഡന്റുമാർ, അവരുടെ മുമ്പ് ഭരണാധികാരികൾ, ആ കോയിൻസുകളുടെ ഹെഡായിരിക്കും പിക്ചറായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അമേരിക്ക ആണെന്നുവെച്ചെങ്കിൽ ഇത് ലിബർട്ടി, ഇപ്പോൾ അതുപോലെ എബ്രഹാം ലിങ്കൻ, അങ്ങനെ ഓരോരോ പ്രസിഡന്റുമാരുടെ പിക്ചേഴ്സും ഇത് എംബാം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും ആഫ്രിക്ക ആയാലും അപ്പോൾ ആഫ്രിക്ക നിങ്ങൾക്കറിയാലോ, ആഫ്രിക്ക ഏറ്റവും മൃഗങ്ങളും വന്യജീവികളും കൂടുതലുള്ള സ്ഥലങ്ങളായിരുന്നു, അതിൻ്റെ പിക്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഈജിപ്ത്, നമ്മളിപ്പോൾ ഫറവോ, അതായത് പിരമിഡിൻ്റെ രാജ്യത്ത് പോയാലും ഈജിപ്ത്, അവർ രാജ്ഞിമാരുടെ, ഇപ്പോൾ യൂറോ, ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ യൂറോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂറോ തന്നെ എല്ലാ കൺട്രികളിലും ഉപയോഗിക്കാമെങ്കിലും ഈ യൂറോ ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് അവരുടെ പിക്ചേഴ്സിന് ചെറിയ വ്യത്യാസം കൊടുക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്ന ഇതാണ് അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ബംഗ്ലാദേശ്, അതുപോലെ മൗറീഷ്യസ്, അങ്ങനെ ഡെൻമാർക്ക്, അതായത് യു കെ അവർ ഇത് ചെയ്യുന്നത്, അതുപോലെ സെനഗൽ. ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഇതനുസരിച്ചുള്ള ഇപ്പോൾ മൃഗങ്ങളുടെയോ അവിടുത്തെ നാഷണൽ ബേർഡുകളുടെയോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, അങ്ങനെ ഓരോ ഇതിനനുസരിച്ച്. ഇപ്പോൾ ടർക്കി ആണെന്ന് വെച്ചെങ്കിൽ അവിടുത്തെ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേക അനുസരിച്ചുള്ള പടങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതാണ് നമ്മൾ രണ്ടണ ഒരു അണ്ണ എന്നൊക്കെ പറയുന്ന കോയിനാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോയിനുകളെല്ലാം നമ്മളിപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് ഇത് ഒരു അണ്ണ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മളിപ്പോൾ പോയിട്ട് ഒരു അണ്ണ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഈ ദുബായിൽ വന്നതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിൽ സന്ദർശിക്കുമ്പോൾ ഈ ഒരു അണ്ണ എന്നൊക്കെ നമ്മൾ കാണുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ പവലിയനിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് പണ്ട് ഈ കോയിനുകൾ ഉപയോഗിച്ചിരുന്നത് മെഡലുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. അതായത് ആ കണ്ടീഷനിൽ തന്നെ വെക്കുന്നത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോയിൻ്റെ അത്രയും ആ ഓൾഡ്നെസ് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിത്ത് സെയിം ലൈക്ക് എ കോയിൻ ലോക്കറ്റ് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ആഫ്രിക്ക, അത് അവരുടെ രാജ്യത്തെ കോയിൻ ആയെങ്കിലും അത് ലോക്കറ്റുകളുടെ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ യമൻ, ഒത്തിരി പുരാതന കോയിനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ന്യൂസിലൻഡിൽ ഇപ്പോൾ ലേറ്റസ്റ്റും ഉപയോഗിക്കാത്ത കോയിനുകളും ഇതിലുണ്ട്. അതുപോലെ യുണൈറ്റഡ് കിങ്ഡം, അതായത് 1 പൗണ്ട് എന്ന് പറയുന്ന കോയിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പൗണ്ടുകളുടെ തന്നെ പല പല ചെറിയ രൂപങ്ങളും ഈ അടിയിൽ കാണാം. ഇപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി വലിയ വലുപ്പത്തിലുള്ള സൈസിലുള്ള കോയിനുകളും നിലവിലുണ്ട്, ഇപ്പോൾ ഉപയോഗിക്കാത്തതുമായിട്ട്. ഇപ്പോൾ കസക്കിസ്ഥാൻ, അസർബൈജാൻ, അങ്ങനെ റഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനത്തെ വലിയ കോയിനുകൾ സുലഭമാണ്. ഇപ്പോഴും പ്രചാരത്തിലുള്ളതും മുൻപ് യൂസ് ചെയ്തതുമായ കോയിനുകൾ. ഇപ്പോൾ കസക്കിസ്ഥാൻ, സ്വിസ് ഫ്രാങ്ക്, ഇതെല്ലാം ഇപ്പോൾ നിലവിലുള്ള കോയിനുകളാണ്. പിന്നെ USA കോയിനുകൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ കോയിനുകൾ. ഇത്രയും നമ്മൾ കോയിനുകളും കറൻസികളും നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഇനിയും നമ്മൾ വളരെയധികം മുന്നേറേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഇത്രയും എന്നോട് സഹകരിച്ച എല്ലാ ഫ്രണ്ട്സുകൾക്കും സംഘടനകൾക്കും ദുബായിലെയും മസ്കറ്റിലെ എല്ലാ ഫ്രണ്ട്സുകൾക്കും പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇനിയും ഇത് 194 രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ട എല്ലാ ഹെൽപ്പും നിങ്ങളിൽ നിന്ന് ആവശ്യമുണ്ട്. അതിനെല്ലാം തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ.